അപ്പോൾ നമ്മുടെ എക്സാമിനൊക്കെ എപ്പോഴും ചോദിക്കുന്ന ഒരു ഭാഗമാണ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് അഥവാ ജലശുദ്ധീകരണശാല എന്ന് പറയുന്നത്. അപ്പോൾ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്സ് ഒന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ എയറേറ്റർ ആണ്. അതായത് ജലം നേരെ എയറേറ്ററിലേക്ക് കടത്തിവിടുന്നു. എയറേറ്ററിൽ അത് എയറുമായിട്ട് മിക്സ് ചെയ്ത് ജലത്തിലെ ഓക്സിജന്റെ അളവ് കൂടാൻ വേണ്ടി സഹായിക്കുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ് കൊയാഗുലേറ്റർ എന്ന് പറയുന്നത്. കൊയാഗുലേറ്ററിൽ വെച്ച് നമ്മുടെ ഖരപദാർത്ഥങ്ങളെ സെറ്റിൽ ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ ആലം ആഡ് ചെയ്യുന്നു. അതിനുശേഷം നേരെ ക്ലാരി ഫ്ലോക്കുലേറ്റർ തേർഡ് സ്റ്റെപ്പിലേക്ക് കടത്തിവിടുന്നു. ആ തേർഡ് സ്റ്റെപ്പിൽ വെച്ച് സോളിഡ് പാർട്ടിക്കിൾസ് അടിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ജലത്തെ നമ്മൾ ഫിൽറ്ററിലേക്ക് കടത്തിവിടുന്നു. ഫിൽറ്ററിൽ വെച്ച് അടിഞ്ഞുകൂടാത്ത മാലിന്യങ്ങളെ നമ്മൾ നീക്കം ചെയ്തതിന് ശേഷം നേരെ ക്ലോറിനേറ്ററിലേക്ക് കടത്തിവിടുന്നു. ക്ലോറിനേറ്ററിൽ വെച്ച് നമ്മൾ ക്ലോറിൻ ഗ്യാസും ബ്ലീച്ചിങ് പൗഡറും ഒക്കെ ആഡ് ചെയ്ത് നമ്മൾ അതിനെ സ്റ്റെറിലൈസ് ചെയ്തെടുത്തതിന് ശേഷം ആ പ്യുവർ വാട്ടറിനെ നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള പ്യുവർ വാട്ടർ റിസർവോയർ അഥവാ ജലസംഭരണിയിൽ നമ്മൾ സംഭരിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിലുള്ള ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് എന്ന് പറയുന്നത്.